പാകിസ്ഥാൻ ശ്രീലങ്ക നിർണായകമായ സൂപ്പർ 8 മത്സരത്തിലെ ആ ഗ്രൂപ്പിലെ അവസാന മത്സരം ഇന്ന് രാത്രി നടക്കുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആവാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ന്യൂസിലാൻഡ് ഇംഗ്ലണ്ട് മത്സരം ഇംഗ്ലണ്ട് ജയിച്ചത് കൊണ്ട് ന്യൂസിലാൻഡ് ഇപ്പോഴും 3 പോയിൻ്റായിട്ട് ഉള്ളിലാണോ അല്ല സെമിയിൽ കയറിയോ ഇല്ല, കയറിയെന്ന ലെവലിൽ ന്യൂസിലാൻഡ് നിൽക്കുന്നു. ഇന്നലത്തെ മത്സരത്തിൽ ന്യൂസിലാൻഡ് ജയിക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് ന്യൂസിലാൻഡ് ഇംഗ്ലണ്ടും സെമിയിലേക്ക് കയറിയിരുന്നു. പാകിസ്ഥാൻ ശ്രീലങ്ക പുറത്തായിരുന്നു. ഇപ്പോൾ ഇംഗ്ലണ്ട് ഇന്നലെ ജയിച്ച കാരണം കൊണ്ട് പാകിസ്ഥാൻ സാധ്യത കൂടി. പാകിസ്ഥാൻ ശ്രീലങ്ക മത്സരത്തിലെ പാകിസ്ഥാൻ ശ്രീലങ്കയെ 1 മാർജിന് തോൽപ്പിക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ സെമിയിൽ കയറി ന്യൂസിലാൻഡ് പുറത്താവും. അല്ല നോർമലായിട്ടുള്ളൊരു ജയമാണ് പാകിസ്ഥാൻ ജയിക്കുന്നതെങ്കിൽ പാകിസ്ഥാൻ പുറത്താവും, ന്യൂസിലാൻഡ് കയറും. ഇനിയിപ്പോൾ ശ്രീലങ്കയാണ് ജയിക്കുന്നുണ്ടെങ്കിൽ, കാരണം ശ്രീലങ്ക ആദ്യത്തെ 2 മത്സരം തോറ്റു, സ്വന്തം നാട്ടിൽ നടക്കുന്ന അവസാന മത്സരം ജയിച്ച് തടി തപ്പാനാണ് ശ്രീലങ്ക ചിന്തിക്കുന്നതെങ്കിൽ ശ്രീലങ്ക ജയിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല, അത് ന്യൂസിലാൻഡ് കയറും. ഇനിയിപ്പോൾ പാകിസ്ഥാൻ ജയിക്കണമെങ്കിൽ ആദ്യം ടോസ് കിട്ടി ആദ്യം ബാറ്റ് ചെയ്യുന്നത് ആദ്യം ബാറ്റ് ചെയ്യുന്നത് പാകിസ്ഥാൻ ആണെങ്കിൽ ശ്രീലങ്കയെ 64 റൺസിനെങ്കിലും തോൽപ്പിക്കണം. 64+ റൺസിന് ശ്രീലങ്കയെ തോൽപ്പിക്കണം. ആദ്യം ബാറ്റ് ചെയ്ത്, ഫോർ എക്സാമ്പിൾ ആദ്യം ബാറ്റ് ചെയ്ത് പാകിസ്ഥാൻ ഒരു 164 റൺസ് എടുത്തു, അല്ലെങ്കിൽ 164 റൺസ് 160 മേലെ റൺസ് എടുത്തു വെച്ചെങ്കിൽ 100 താഴെ ശ്രീലങ്കയെ പുറത്താക്കണം. സിമ്പിളായിട്ട് അത് പറയാം. 164 റൺസ് പാകിസ്ഥാൻ എടുത്തു എന്ന് വിചാരിക്കുകയാണെങ്കിൽ 100 താഴെ ശ്രീലങ്കനെ പുറത്താക്കണം. എന്നാൽ മാത്രമേ പാകിസ്ഥാന് സാധ്യതയുള്ളൂ. ഇനി ആദ്യം ബാറ്റ് ചെയ്യുന്നത് ശ്രീലങ്കയാണെങ്കിൽ ശ്രീലങ്ക എത്ര സ്കോർ എടുത്തോ ആ സ്കോർ പാകിസ്ഥാൻ 13.1 ഓവറിൽ മറികടക്കണം. അവിടെ പോയി ഇപ്പോൾ ശ്രീലങ്ക ഒരു 200 റൺസ് എടുത്തു എന്ന് വെച്ചു. ആദ്യം ബാറ്റ് ചെയ്ത് 200 റൺസ് എടുത്തെങ്കിൽ 13.1 ഓവറിൽ പാകിസ്ഥാൻ ആ 200 റൺസ് മറികടക്കണം. അത് കാരണം കൊണ്ട് പാകിസ്ഥാൻ ഇത്തിരി ടാസ്ക്കാണിത്. കാരണം ടെൻഷൻ അടിച്ച് കളിക്കണം. ആദ്യം ബാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്കോർ പടുത്തുയർത്താൻ പറ്റണം. നല്ല സ്കോർ പടുത്തുയർത്തിയിട്ട് അവരെ ഒരു 64+ റൺസിന് ജയിക്കാവുന്ന ലെവലിൽ അവരെ പുറത്താക്കണം. ഇപ്പോൾ ആദ്യം ബോളിയാണെങ്കിൽ ശ്രീലങ്കനെ കുറഞ്ഞ സ്കോറിന് പുറത്താക്കണം. അവരെത്ര സ്കോർ എടുത്തോ അത് 13.1 ഓവറിൽ മറികടക്കണം. ഇതൊക്കെ ഒരു ടാസ്ക്കാണ് പാകിസ്ഥാൻ. എനിവേ ആ ഗ്രൂപ്പ് ഒന്നും കൂടി വൈഡ് ഓപ്പൺ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസിലാൻഡിന് സാധ്യതയുണ്ട്, പാകിസ്ഥാന് സാധ്യതയുണ്ട്. അതാണ് അവസ്ഥ. ഇതിനൊക്കെ വരാൻ നിൽക്കണം. ഇന്നലെ മര്യാദയ്ക്ക് ന്യൂസിലാൻഡിനെ ഞാൻ പറയുള്ളൂ, മര്യാദയ്ക്ക് കളിച്ച് ജയിക്കാവുന്ന കളി ജയിച്ചിരുന്നെങ്കിൽ ന്യൂസിലാൻഡ് ഈ അവസ്ഥയുണ്ടാകും. ഈ മത്സരം കാത്തിരിക്കണ ഇല്ല, അപ്പോൾ അത് ജയിച്ചില്ല. എനിവേ ഒന്നും പറയാനൊന്നുമില്ല. അപ്പോൾ ന്യൂസിലാൻഡിനെ വെയിറ്റ് ചെയ്യാം. ഈ പാകിസ്ഥാൻ ശ്രീലങ്ക മത്സരം കഴിയണവരെ. ശ്രീലങ്ക ജയിക്കാതെ ഒന്നുമില്ല, ന്യൂസിലാൻഡ് ടെൻഷൻ എടുക്കുന്ന ന്യൂസിലാൻഡിൽ കയറും. ഈ പാകിസ്ഥാൻ ജയിച്ചാലും ന്യൂസിലാൻഡിന് വലിയ ടെൻഷനൊന്നുമില്ല. ചെറിയ മാർജിനിലൊക്കെ ജയിക്കാത്തെങ്കിൽ വലിയ കുഴപ്പമില്ല. അവസാന ഓവറുകൾ ജയിക്കുക അങ്ങനെയൊക്കെയാണെങ്കിൽ ഒരു വിഷയമില്ല. ഒരു 10 റൺസ് ജയിക്കുകയാണെങ്കിൽ ഒരു വിഷയമില്ല, ന്യൂസിലാൻഡ് കയറും. അല്ല 1 മാർജിനിൽ ജയിക്കുകയാണെങ്കിൽ അത് ന്യൂസിലാൻഡിന് ഭാര്യയാണ്, ന്യൂസിലാൻഡ് പുറത്താവും.